നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടി CBIയുടെ കുറ്റപത്രം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും തർജ്ജിമ ചെയ്യുന്നതിനുമായി NTA നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ചോർച്ചയ്ക്ക് കളമൊരുക്കിയതെന്ന് CBI വ്യക്തമാക്കുന്നു. ചോദ്യങ്ങൾ പേപ്പറിൽ കുറിച്ചെടുത്തും മനഃപ്പാഠമാക്കിയുമാണ് പ്രതികൾ പുറത്തെത്തിച്ചത്. വേലി തന്നെ വിളവ് തിന്നാൽ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. വാർത്തയിലേക്ക്. നീറ്റ് UG പരീക്ഷാ ചോർച്ചയിൽ അന്വേഷണം പൂർത്തിയാക്കിയ CBI കോടതിയിൽ സമർപ്പിച്ച 2000-ലധികം പേജുള്ള സമഗ്ര കുറ്റപത്രത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ചോദ്യങ്ങൾ തയ്യാറാക്കുവാനും വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുവാനും NTA ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ തന്നെയാണ് ചോർച്ചയുടെ പ്രധാന കണ്ണികളായതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിലെ ചോദ്യങ്ങളാണ് വിദഗ്ധർ പുറത്തെത്തിച്ചത്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ചോദ്യങ്ങൾ ചെറിയ കടലാസുകളിൽ കുറിച്ചെടുത്ത് ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. മറ്റ് 2 പ്രതികൾ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കി പുറത്തുവെച്ച് എഴുതി നൽകി. ആകെ 135ഓളം ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ആസൂത്രിതമായി പുറത്തെത്തിച്ചതെന്ന് CBI വ്യക്തമാക്കുന്നു. ചോദ്യങ്ങൾ തർജ്ജമ ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ദേഹപരിശോധനയിലും CCTV നിരീക്ഷണത്തിലും വലിയ വീഴ്ചയുണ്ടായി. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകളടക്കം നിർണായക വിവരങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതും OMR ഷീറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറുന്നതും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ജനം, ഡൽഹി.